ഞാൻ ഫിസിക്സിന് ഭയങ്കര വീക്ക് ആയിരുന്നു. ദീപകിന് ആദ്യത്തെ മോഡൽ കിട്ടിയത് 500 മാർക്കാണ്. ബ്രില്യൻ ഫാമിലി എപ്പോഴും പറയാറുണ്ട് ടെൻഷൻ ആവണ്ട. ഫസ്റ്റ് ക്രൂഷ്യൽ മന്ത്സാണ്. ഒരുപാട് റാങ്ക് ഒക്കെ തല തിരിക്കാൻ പറ്റുന്ന 3 മാസമാണ്. ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ടെൻഷൻ അടിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. 2025 നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മോഡൽ എക്സാമുകളുടെയൊക്കെ കാലഘട്ടമാണ്. മാർക്കിലൊക്കെ ചെറിയ വേരിയേഷൻസ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങളോട് എല്ലാ ബ്രില്യൻ ടീം എപ്പോഴും പറയാറുണ്ട്, അല്ലെങ്കിൽ ബ്രില്യൻ ഫാമിലി എപ്പോഴും പറയാറുണ്ട്, ടെൻഷൻ ആവണ്ട. കാരണം ബ്രില്യൻ്റ് എപ്പോഴും അങ്ങനെ പറയുന്നത് 40 വർഷത്തെ വിജയ പാരമ്പര്യം ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഈ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥികളും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ടെൻഷൻ അടിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ജസ്റ്റിസ് സാറിൻ്റെ മുറിയിലേക്കൊക്കെ ഒരുപാട് ടെൻഷനോടുകൂടി ഇപ്പോഴും വരുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ഇവരും അതുപോലെയൊക്കെ വന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചോദിച്ചറിയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഇവരിൽ നിന്ന് അറിയാനുള്ളത് നമ്മുടെ കുട്ടികളോടുള്ള ആശ്വാസവാക്കാണ്. അവർക്ക് ലഭിക്കേണ്ട ആത്മവിശ്വാസമാണ് ഈ ഓരോ വിദ്യാർത്ഥികളും പറയാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. സബ്ജക്ട് വൈസ് നിങ്ങൾ എങ്ങനെ പഠിച്ചിരുന്നു, അല്ലെങ്കിൽ അവസാന നിമിഷം എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരാൻ പോകുന്നത് മറ്റാരുമല്ല, കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഏറ്റവും മിടുക്കരായ ഏറ്റവും പ്രഗത്ഭരായ വിദ്യാർത്ഥികളാണ്. അപ്പൊ ജസ്റ്റിസ് സാറേ, നമുക്ക് തുടങ്ങാം. നമ്മുടെ വിദ്യാർത്ഥികളുടെ സ്ഥലവും പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ? കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഓക്കെ, അങ്ങേറ്റത്തേക്ക് നമ്മുടെ അമൽ കഴിഞ്ഞ വർഷത്തെ Q15 ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. അമൽ ആദ്യത്തെ വീക്കിലെ എക്സാമിന് 2ാം റാങ്ക് കരസ്ഥമാക്കിയതാണ്. പിന്നീട് അങ്ങ് മോഡൽ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഇവർക്കൊക്കെ പലർക്കും മാർക്ക് കുറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ സംഗീത ശ്രീധർ തലശ്ശേരി സെൻട്രലിലെ വിദ്യാർത്ഥിയായിരുന്നു. അവസാന സമയമായപ്പോഴത്തേന് പാലായിൽ ജോർജ് സാറുമായിട്ട് വന്ന് ജോർജ് സാറിനോട് സംസാരിച്ച് പാലായിൽ വന്നിട്ട് Q2 ബാച്ചിൽ നിന്നാണ് എക്സാം എഴുതിയത്. അതുപോലെ തന്നെ തേജസ് ദീപക്, ഇവർക്കൊക്കെ ഈ നിൽക്കുന്ന ആളുകൾക്കെല്ലാം ഇടയ്ക്ക് മാർക്ക് ഒരു താഴത്തേക്ക് വരുന്നു. പിന്നെ ഒരു വേരിയേഷൻ, ഒരു ഫിക്സഡ് ആയിട്ടൊരു മാർക്ക് കിട്ടാത്ത അവസ്ഥ ഉണ്ടായപ്പം അവർക്കൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഈ മക്കളെല്ലാം ഇന്ന് നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലാണെന്ന് പറയുമ്പോൾ ആ താൽക്കാലികമായ മാത്രം ഒരു പ്രതിഭാസമാണ് മാർക്ക് ഫ്ലക്ച്വേഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി കൃത്യമായിട്ട് അവർ ചിന്തിച്ചപ്പോൾ, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചപ്പോഴാണ് അവർക്ക് ഇന്ത്യയിലെ തന്നെ ടോപ്പ് റാങ്കുകളിലേക്ക് അവർക്ക് കടന്നു കയറാൻ സാധിച്ചത്. ഒന്നാമതായിട്ട് വേണ്ടത് ആത്മവിശ്വാസമാണ്. പിന്നീട് ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ്, അല്ലെങ്കിൽ ബ്രില്യൻറ്റിലെ ട്രെയിനേഴ്സ്, ഡയറക്ടേഴ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പോൾ മാർക്ക് അല്പം താന്നാലൊന്നും ഒരു പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ തേജസ് ദീപകുമായിട്ട് സംസാരിച്ച് പറഞ്ഞു, തേജസ് ദീപകിന് ആദ്യത്തെ മോഡലിന് കിട്ടിയത് 500 മാർക്കാണ്. 500 മാർക്കിൽ നിന്ന് പടിപടിയായിട്ട് ഉയർന്ന് 701 മാർക്കും കേരള മെഡിക്കലിൽ, കേരളത്തിലെ 56ാം റാങ്കിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിയായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഓരോരുത്തരും എവിടെ നിന്നാണ് വരുന്നത്, പേര്, എവിടെയാണ് പഠിച്ച സെൻറ്റർ എല്ലാം പറഞ്ഞു. എൻ്റെ പേര് അമൽ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് പാലാ സെൻറ്ററിലാണ്. എൻ്റെ പേര് സംഗീത് ശ്രീധർ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് തലശ്ശേരി സെൻറ്റർ. എൻ്റെ പേര് ക്രിസ് രഞ്ജിത്ത്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. പക്ഷേ ഞാൻ പാലയിൽ ചാവറ സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ പേര് ഐറിൻ തെരേസ്. ഞാൻ പാലാ സെൻറ്ററിലാണ് പഠിച്ചത്, Q48 ബാച്ചിൽ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സ്നേഹൽ കോറൂത്ത്. ഞാൻ കോഴിക്കോട് സ്വദേശിയാണ്. ഞാൻ ചാവറ പബ്ലിക് സ്കൂൾ പാലയിലാണ് പഠിച്ചത്. എൻ്റെ പേര് അനുശ്രീ. ഞാൻ കോഴിക്കോട് താമസിക്കുന്നത്. പഠിച്ചത് പാലാ സെൻറ്ററിലാണ്. എൻ്റെ പേര് അന്വയ. ഞാനിവിടെ വടകരയാണ്, കോഴിക്കോട്. ഞാനിവിടെ പഠിച്ച കോഴിക്കോട് സെൻറ്ററിലാണ്. ഹായ്, എൻ്റെ പേര് സ്നേഹ. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ പാലാ സെൻറ്ററിലാണ് പഠിച്ചത്. എൻ്റെ പേര് ജെഫി. ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. ഞാൻ പാലാ സെൻറ്ററിലാണ് പഠിച്ചത്. ഹലോ, എൻ്റെ പേര് പൗർണമി ആർ മേലിയത്തിൽ. എൻ്റെ വീട് തൃശ്ശൂരാണ്, പക്ഷേ ഞാൻ പാലാ സെൻറ്ററിൽ ബ്രില്യൻ്റിലായിരുന്നു. ഹായ്, എൻ്റെ പേര് തേജസ് ദീപക്. ഞാൻ കണ്ണൂരിൽ നിന്നാണ്, പക്ഷേ പഠിച്ച പാലാ സെൻറ്ററിലാണ്. എൻ്റെ പേര് നിമൽ തോമസ്. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ പഠിച്ചത് പാലാ സെൻറ്ററിലാണ്. ഹായ്, എൻ്റെ പേര് ഇർഫാൻ. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഞാൻ പഠിച്ചത് പാലയിലെ R25. ആദ്യം തന്നെ തേജസ് ദീപകിൽ നിന്ന് തന്നെ ചോദിച്ചറിയാം, എന്തായിരുന്നു ആ പഠിത്തത്തിൻ്റെ സ്ട്രാറ്റജിയും, അതുപോലെ തന്നെ മോഡൽ എക്സാമിൻ്റെ ആ തീവ്രഘട്ടങ്ങളിൽ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? ഹായ്, എൻ്റെ പേര് തേജസ് ദീപക്. എൻ്റെ സ്ഥലം കണ്ണൂർ, പക്ഷേ ഞാൻ പഠിച്ചത് പാലാ സെൻറ്ററിലാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ എനിക്ക് ആദ്യത്തെ എക്സാമിന് 500 മാർക്കായിരുന്നു. റാങ്ക് അങ്ങ് 2000-ലായിരുന്നു. അപ്പോൾ പിന്നെ ക്ലാസ് ടീച്ചറോടാണ് ആദ്യം സംസാരിച്ചത്. പിന്നെ പറഞ്ഞത് കുറച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിട്ടതാണ്. പിന്നെ ഞാൻ വേറെ ആരോടും ഒന്നും സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ സ്വന്തം ഒരു ടൈം ടേബിൾ സെറ്റാക്കാൻ തുടങ്ങി. ടൈം ടേബിളും ഒരു പ്ലാനും, പിന്നെ ഈ മിസ്റ്റേക്സ് എല്ലാം വരുന്നത് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അത് ചെയ്ത് ഇങ്ങനെ മാർക്ക് കൂട്ടി അവസാനത്തെ എക്സാം ആകുമ്പോഴത്തേക്കാണ് ഈ 700 റേഞ്ചിൽ വരാൻ തുടങ്ങിയത്. പിന്നെ ഒരു തിരിച്ച് പോക്ക് ഉണ്ടായിട്ടില്ല.
ഇപ്പോഴത്തെ മാർക്ക് ഇപ്പോൾ 500 ആയിക്കോട്ടെ, 400 ആയിക്കോട്ടെ, 300 വരെ ആയിക്കോട്ടെ. പക്ഷേ അവസാനത്തെ മാർക്കിൽ നീറ്റിൻ്റെ എക്സാമിൻ്റെ മാർക്കിലാണ് കാര്യം. അതുകൊണ്ട് ഇപ്പോഴത്തെ മാർക്കൊന്നും മൈൻഡ് ആക്കണ്ട, അത് മെല്ലനെ കയറി വന്നോളൂ. ഇപ്പോൾ എപ്പോഴും വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു ലാസ്റ്റ് ടൈം ആയപ്പോൾ മാർക്കിൻ്റെ വേരിയേഷനൊക്കെ വരുന്ന സമയത്ത് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിനോടൊക്കെ ഒരുപാട് സ്നേഹിച്ച് പഠിച്ച വിദ്യാർത്ഥികളാണ്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ടൈമിൽ മാർക്കിൻ്റെ നല്ലൊരു വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫിസിക്സ് എങ്ങനെ നിങ്ങൾ പഠിക്കണം ഇനിയുള്ള ഈ ലാസ്റ്റ് ടൈമിൽ, അല്ലെങ്കിൽ കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജിക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻ്ററിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മുടെ വിജയം നേടിയ വിദ്യാർത്ഥികൾ തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന വാക്കുകൾ നമുക്ക് കേട്ടാലോ. ഹായ് ഓൾ. ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈമിൽ വരുമ്പോൾ നമുക്ക് മെയിൻലി എക്സാം എഴുതുമ്പോൾ സബ്ജക്ട് വൈസ് നോക്കുകയാണെങ്കിൽ എനിക്കായാലും പേഴ്സണലി ഉണ്ടായ ഒരു പ്രശ്നമാണ് ഫിസിക്സിന് മാർക്ക് ഭയങ്കര കുറവായിരിക്കും. ബാക്കി 2 സബ്ജക്റ്റിന് മാർക്ക് ഉണ്ടെങ്കിലും ഫിസിക്സിന് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും അത് ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മൾ ഫിസിക്സിന് നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മാക്സിമം പ്രോബ്ലംസ് ചെയ്യാം. എത്ര നമുക്ക് പറ്റുമോ അത്രയും പ്രോബ്ലംസ് ചെയ്യാം. അതിന് നിങ്ങൾ ഇപ്പോൾ മോഡൽ എക്സാം നടക്കുന്ന സമയം ഈ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് തന്നെ മാക്സിമം ചെയ്താൽ മതിയാവും. അതിൽ വല്ല മിസ്റ്റേക്സ് ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കി എഴുതി വെക്കുക. പിന്നെ ഓഫ് കോഴ്സ് ഫോർമുല ബുക്സ്, പിന്നെ മിസ്റ്റേക്ക് ബുക്ക്, അത് രണ്ടും കീപ്പപ്പ് ചെയ്ത് ഫിസിക്സ് മാക്സിമം അപ് ടു ഡേറ്റ് ആയിട്ട് പോവുക. നിങ്ങൾക്ക് എന്താണോ തെറ്റിന് അത് നിങ്ങൾ കറക്റ്റ് ചെയ്ത് പഠിക്കാം. അങ്ങനെ നോക്കിയാൽ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഫിസിക്സ് നിങ്ങൾക്ക് ഓക്കെ ആവും. കാരണം ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായിരുന്നു. ഞാൻ ഫിസിക്സിന് ഭയങ്കര വീക്കായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ എനിക്ക് എന്തൊക്കെയാണ് കറക്ഷൻസ് വേണ്ടതെന്ന് നോക്കി ഞാൻ അത് കറക്റ്റ് ചെയ്തപ്പോൾ ഫിസിക്സ് എൻ്റെ കയ്യിലൊതുങ്ങി. സോ മാക്സിമം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ബയോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് NCERT ആണ് നമ്മുടെ മെയിൻ. NCERT ലൈൻ ബൈ ലൈൻ ആൻഡ് ബിറ്റ്വീൻ ലൈൻസ് റീഡ് ചെയ്യുക. പിന്നെ കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി ഇതുപോലെ തന്നെ NCERT റീഡ് ഇറ്റ് മൾട്ടിപ്പിൾ ടൈംസ്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇക്വേഷൻസ് ഒക്കെ നോക്കുക. പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് തന്നെയാണ് ചെയ്യേണ്ടത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ വ്യക്തമായ പ്ലാനിങ്ങോടെ പഠിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ കൂടി കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അവസാന നിമിഷ പ്രിപ്പറേഷനിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണിത്. ആ സമയത്ത് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതും വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം ഫിസിക്കലായിട്ടും മാനസികമായിട്ടും ഒക്കെ ഉയർന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് ശക്തമായിട്ട് തന്നെ നിലകൊള്ളാൻ മാത്രമേ നമുക്ക് അവസാന നിമിഷം വരെ ഈ കടുത്ത പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഈ കുട്ടികളോട് തന്നെ ചോദിച്ചറിയുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ടും ഭൗതിക നിലവാരം ഉയർന്ന രീതിയിൽ ചിന്തിച്ചുമൊക്കെ അവരെങ്ങനെയാണ് എക്സാമിനെ അതിജീവിച്ചത്. ലാസ്റ്റ് 3 മന്ത്സ് മോഡൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ നിങ്ങൾക്ക് കുറച്ചധികം സ്ട്രെസ് അനുഭവപ്പെട്ടേക്കാം. ആ സമയത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ഒരിക്കലും ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. പിന്നെ മിനിമം 6 മണിക്കൂർ ഒരു ദിവസം ഉറങ്ങണം. പിന്നെ ഉറങ്ങുമ്പോൾ മാക്സിമം നിങ്ങളൊരു ടൈം ടേബിൾ സെറ്റപ്പ്, ദിവസം കറക്റ്റ് ഒരു സമയത്ത് ഉറങ്ങി കറക്റ്റ് കുറച്ച് നമ്മളൊരു 10 മണിക്ക് കിടന്ന് രാവിലെ 4 മണിക്ക് എണീക്കോ, 12 മണിക്ക് കിടന്ന് ഒരു 6 മണിക്ക് എണീക്കോ, അങ്ങനെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ദിവസവും ആവശ്യത്തിന് വെള്ളം കുടിക്കണം, ഡീഹൈഡ്രേറ്റഡ് ആവരുത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് 3 മന്ത്സ് മോഡൽ എക്സാംസിൻ്റെ ടൈമിൽ ദ ഓൺലി കമ്പാരിസൺ യു നീഡ് ഇസ് വിത്ത് യുവർ സെൽഫ്. വേറെ ഒരാളായിട്ട് മാർക്സ് കമ്പയർ ചെയ്യേണ്ട. മാർക്ക് കുറഞ്ഞാലും കൂടിയാലും ജസ്റ്റ് കീപ്പ് ഓൺ വർക്കിംഗ്. ഞാൻ മെയിനായിട്ട് എനിക്ക് വീക്കായ സ്പോട്ട്, അതായത് ഞാൻ ടെക്സ്റ്റ് മൊത്തം വായിക്കാതെ എനിക്ക് വീക്കായ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി വെച്ച് അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാണ് ചെയ്തത്. ഇത്രയും കാലം നമ്മൾ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവും നമുക്ക്. പക്ഷേ ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. എക്സാംസിൽ നിന്ന് നമ്മളുടെ തെറ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട സമയം ഇനിയാണ്. അപ്പോൾ ഇതുവരെ എന്തൊക്കെ ഉണ്ടെന്ന്, എന്തൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ എന്തൊക്കെ തെറ്റ് പറ്റിയെന്ന് കുഴപ്പമില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്രൂഷ്യൽ മന്ത്സാണ്. ഒരുപാട് റാങ്കൊക്കെ തല തിരിക്കാൻ പറ്റുന്ന 3 മാസമാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. പിന്നെ നമ്മൾ മാർക്ക് എയിം ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് ഇന്ന സ്കോറിലെത്തിയാൽ എനിക്ക് സീറ്റ് ഉറപ്പാണെന്നുള്ള രീതിയിൽ നിർത്തരുത്. എപ്പോഴും നമ്മൾ മാക്സിമം സ്കോർ എയിം ചെയ്ത് തന്നെ പഠിക്കുക. പിന്നെ ഓൾ യൂണിറ്റ് ടോപ്പിക്സ് ഒക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ മാർക്കൊക്കെ ലോ ആവാൻ സാധ്യതയുണ്ട്. അപ്പോഴും കോൺഫിഡൻസ് കളയാതെ നമ്മൾ ആ വാശിയോടെ തന്നെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം. അപ്പം അവസാനം ഫുൾ കണ്ടിന്യൂസ് മോഡൽ എക്സാംസ് ആയിരിക്കും. അപ്പോൾ എന്തായാലും സ്ട്രെസ്ഫുൾ ആയിരിക്കും. എനിക്ക് അത്യാവശ്യം സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും ഒന്നും മറച്ചു വെക്കില്ലായിരുന്നു. എല്ലാം ഞാൻ എൻ്റെ പാരൻസിനോട് പറയായിരുന്നു. അവരാണ് എൻ്റെ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടേഴ്സ്. അവരില്ലാണ്ട് ഞാൻ ഈ ഒരു പൊസിഷനിൽ എത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ 2025 നീറ്റ് എൻട്രൻസ് എക്സാമിനായിട്ട് കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു 3 ഇരട്ടി ആത്മവിശ്വാസം തരുന്ന വാക്കുകളിലൂടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ ഈ ഒരു വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ഓരോ വാക്കുകളിലൂടെയും അവരനുഭവിച്ചറിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 2025 നീറ്റ് എൻട്രൻസ് എക്സാമിനെ ഫേസ് ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികളോട് നമുക്ക് അവസാനമായിട്ട് പറയാനുള്ളത് 1, 2, 3 ഓൾ ദ ബെസ്റ്റ്.